ഹലോ. ഇന്ന് നമുക്ക് ഉർവശിയും പാർവതിയും കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഉള്ളൊഴുക്ക് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായികയായ അഞ്ജു ഒരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. അതറിഞ്ഞ അവളുടെ വീട്ടുകാരാണെങ്കിലോ അവളെ കൊണ്ട് നിർബന്ധിച്ച് മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അവൾക്കൊട്ടും താല്പര്യമില്ലാതെയാണ് ആ വിവാഹം നടന്നതും. വിവാഹത്തിന് ശേഷം അവളുടെ ഭർത്താവ് മരണപ്പെട്ടു. എന്നാൽ ഭർത്താവിന്റെ മരണശേഷം ചില സത്യങ്ങളൊക്കെ പുറത്തു വരുവാനായും തുടങ്ങി. എന്താണ് ആ സത്യങ്ങൾ, അതിനുശേഷം പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായികയായ അഞ്ജുവിനെ കാണിക്കുന്നു. അഞ്ജു ഒരു ടെക്സ്റ്റൈൽസിലാണ് ജോലി ചെയ്യുന്നത്. അഞ്ജുവിനൊരു കാമുകനുണ്ട്. അവന്റെ പേരാണ് രാജീവ്. രാജീവിനാണെങ്കിൽ പറയത്തക്ക ജോലിയൊന്നുമില്ല. അവനാണെങ്കിൽ ഹോട്ടൽ വെയിറ്ററായൊക്കെ നിൽക്കുന്നുണ്ട്. ഒരിക്കൽ രാജീവ് അഞ്ജുവിനെ കാണാനായി വരും. ഇടയ്ക്കിടയ്ക്ക് അഞ്ജുവിനെ കാണുന്നതാണ് രാജീവിനൊരു സമാധാനം പോലും. അതിനുശേഷം കാണിക്കുന്നത് അഞ്ജുവിന്റെ വിവാഹം കഴിഞ്ഞതാണ്. പക്ഷേ പയ്യൻ രാജീവല്ല, തോമസ് ആണ്. വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് അഞ്ജു വിവാഹം കഴിച്ചതും. അങ്ങനെ അഞ്ജു വിവാഹമൊക്കെ കഴിഞ്ഞ് തോമസിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. തോമസിന്റെ അമ്മയുടെ പേരാണ് ലീലാമ്മ. അഞ്ജു ആണെങ്കിലോ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം വിവാഹം കഴിച്ചതല്ലേ. അങ്ങനെ തോമസിനൊപ്പം അഞ്ജു ജീവിതം ആരംഭിക്കുകയാണ്. എന്നാലും അവളുടെ മനസ്സിൽ ഒരു സങ്കടമൊക്കെയുണ്ട്. കാര്യം, അവൾ ആഗ്രഹിച്ച ജീവിതമല്ലല്ലോ അവൾക്ക് ലഭിച്ചതും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകെ ഒരിക്കൽ ലീലാമ്മയും അഞ്ജുവും തോമസും കൂടി ഹോസ്പിറ്റലിൽ പോയി. മരുന്ന് വാങ്ങാനായി പ്രിസ്ക്രിപ്ഷനുമായി പോകുന്ന അഞ്ജു അവിടെ വെച്ച് രാജീവിനെ കാണും. അങ്ങനെ രാജീവ് വിവാഹത്തിന് ശേഷം ഒരുപാട് നാൾ കഴിഞ്ഞാണ് അഞ്ജുവിനെ കാണുന്നതും. ഇത്രയും നാൾ അവർ തമ്മിൽ മിണ്ടിയതൊന്നുമില്ലല്ലോ, ഇനിയെങ്കിലും ഞാൻ നിന്നെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുകയെങ്കിലും ചെയ്യട്ടെ എന്ന് അഞ്ജുവിനോട് രാജീവ് ചോദിക്കും. പക്ഷെ അതിനുള്ള മറുപടി അഞ്ജു കൊടുത്തതേയില്ല. തോമസിനെ ഡോക്ടർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തോമസിന് എന്തോ അസുഖമാണ്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരിക്കൽ അഞ്ജുവും തോമസും കട്ടിലിൽ കിടക്കുകയായിരുന്നു. തോമസ് ആണെങ്കിലോ അഞ്ജുവിന്റെ ദേഹത്തേക്ക് കൈയിട്ടതും അഞ്ജു ദേഷ്യത്തിൽ ആ കൈയെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം അഞ്ജുവിനാണെങ്കിലോ ആ ജീവിതത്തിൽ അത്ര സന്തോഷമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് തന്നെ തോമസിന് തലവേദനിക്കുവാനായും തുടങ്ങി. അതിനിടയിൽ കൂടി അവന് ഫിക്സും വന്നു. അഞ്ജുവും ലീലാമ്മയും ചേർന്ന് തോമസിന് ഗുളികയൊക്കെ കൊടുത്ത് അവനെ ശാന്തനാക്കി. തോമസിന്റെ കാര്യങ്ങൾ ഇത്രയും നാളായി വിവാഹത്തിന് ശേഷം നോക്കുന്നതെല്ലാം അഞ്ജുവാണ്. ലീലാമ്മയാണെങ്കിലോ തന്റെ മകന്റെ കാര്യം ആലോചിച്ച് ഒരുപാട് കരയും. കാര്യം, അഞ്ജുവിന്റെ ജീവിതവും പാഴിപ്പോവുകയാണല്ലോ. അങ്ങനെ അടുത്ത ദിവസം അഞ്ജു തോമസിനുള്ള ആഹാരമൊക്കെ കൊടുത്ത് അമ്മയുടെ കയ്യിൽ നിന്നും ഗുളികയൊക്കെ വാങ്ങി കഴിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞ് ലീലാമ്മയോട് യാത്രയും പറഞ്ഞിട്ട് അഞ്ജു പുറത്തേക്ക് പോവുകയാണ്. അവൾ നേരെ വന്നത് രാജീവിനെ കാണാനായിരുന്നു. രാജീവിനോടൊപ്പം ഒരു ഒഴിഞ്ഞ വീട്ടിലേക്ക് അവരെത്തും. അതിൽ നിന്ന് മനസ്സിലാക്കാം രാജീവും അഞ്ജുവും തമ്മിൽ പ്രണയത്തിലാണെന്ന്. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടാളും ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടും. അഞ്ജു ആണെങ്കിലോ രാജീവിന് വേണ്ടിയിട്ടുള്ള റെസ്യൂമെയൊക്കെ തയ്യാറാക്കുകയാണ്. രാജീവിന് അഡ്രസ്സൊന്നുമില്ല, സ്വന്തമായി വീടില്ലാത്തതിനാലാണ്. അങ്ങനെ അഞ്ജുവിന്റെ അഡ്രസ്സ് കൊടുക്കുവാനായും തീരുമാനിക്കും. രാജീവ് എന്നിട്ട് പറയും, സ്വന്തമായി ഒരു വീട് വെച്ചിട്ട് എനിക്ക് അമ്മയും കൊണ്ട് അങ്ങോട്ട് മാറണം. അത് കേൾക്കുന്ന അഞ്ജു, അപ്പോൾ ഞാനോ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇല്ലാതെ ആ വീടുണ്ടോ, നിന്നെയും ഞാൻ കൊണ്ടുപോകും, നമ്മൾ ഇനി മുതൽ ഒരുമിച്ചാണെന്ന് രാജീവ് പ്രത്യേകം പറയുകയാണ്. എന്നാൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. തോമസിന്റെ വീട്ടിലൊക്കെ മഴ പെയ്തതിനാൽ വെള്ളവും കയറിയിരിക്കുന്നു. ആകെ ബുദ്ധിമുട്ടിലാണ്. വീട്ടിലെത്തിയ അഞ്ജുവിനോട് തോമസിന്റെ അടുത്ത ചെക്കപ്പ് ഇനി എന്നാണെന്ന് ലീലാമ്മ ചോദിക്കുമ്പോൾ കലണ്ടറിൽ നോക്കി അഞ്ജു 2 ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് അഞ്ജു ആ കലണ്ടറിലേക്ക് തന്നെ ഒന്ന് ഞെട്ടിത്തരിച്ച് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവൾ പ്രഗ്നൻസി കിറ്റ് വാങ്ങി നോക്കുമ്പോൾ അവൾ പ്രഗ്നന്റുമാണ്. വിഷമിച്ചു നിന്ന അഞ്ജുവിനോട് ലീലാമ്മ ചോദിക്കും, എന്ത് പറ്റി അഞ്ജു, വയ്യേ എന്നൊക്കെ തിരക്കുമ്പോൾ ഒന്നുമില്ലമ്മേ എന്നായിരുന്നു അഞ്ജുവിന്റെ മറുപടി. അഞ്ജു ആരും അറിയാതെ ഫോണും എടുത്ത് പുറത്തു വന്ന് രാജീവിനോട് അക്കാര്യം പറയും. അഞ്ജു പ്രഗ്നന്റ് ആണെന്ന് കേട്ടതും രാജീവ് ഒന്ന് സൈലന്റായി. അഞ്ജുവാണെങ്കിലോ എന്താ നീ മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നായിരുന്നു രാജീവിന്റെ മറുപടി. എന്നാൽ കട്ടിലിൽ കിടക്കുകയായിരുന്ന തോമസ് എന്തോ എടുക്കാനായി ചരിഞ്ഞപ്പോൾ അവൻ കട്ടിലിൽ നിന്നും താഴേക്ക് വീണു. മഴ പെയ്തതിനാൽ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു വീടിനകത്തെല്ലാം. അങ്ങനെ തോമസിന് പെട്ടെന്ന് വയ്യാതായതിനാൽ അവനെ തോണിയിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തോമസിനെ കാണാനാകുമോ എന്ന് ഡോക്ടറിനോട് ലീലാമ്മ ചോദിക്കുമ്പോൾ, ഇല്ല, അടുത്ത ദിവസമേ കാണാനാകൂ എന്ന് പറയും. തോമസിന്റെ കാര്യം അറിയാനായിട്ട് അവന്റെ സഹോദരിയെ ശോഭ ഹോസ്പിറ്റലിലേക്കും വന്നു. എന്നിട്ട് അമ്മയോട് പറയും, ഇത്രയും മഴ പെയ്ത് വെള്ളം കയറി കിടക്കുമല്ലേ, എന്റെ വീട്ടിലോട്ട് വന്ന് നിൽക്കാനായി ശോഭ പറയുമ്പോൾ അമ്മയാണെങ്കിൽ വേണ്ട, തോമസ് വേണ്ടെന്ന് പറഞ്ഞു എന്നായിരുന്നു മറുപടി പറഞ്ഞതും. അങ്ങനെ വീട്ടിലെത്തിയ ലീലാമ്മ കണ്ണാടിയിൽ തന്റെ വയറ് നോക്കി നിൽക്കുന്ന അഞ്ജുവിനെ കാണും. ലീലാമ്മയ്ക്ക് കാര്യം മനസ്സിലായി. നീ എന്താ എന്നോട് പറയാത്തത്, ഇക്കാര്യം എന്തിനാ മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് തോമസിന്റെ അവസ്ഥ ഇങ്ങനെ ആയതിനാലാണ് പറയാത്തതെന്നായിരുന്നു അഞ്ജുവിന്റെ മറുപടി. ഇക്കാര്യം അറിഞ്ഞാൽ തോമസിന് ഒരുപാട് സന്തോഷമാകില്ലേ, നമുക്ക് നാളെ തന്നെ തോമസ് ഉണരുമ്പോൾ അവനോട് ചെന്ന് പറയാമെന്ന് ലീലാമ്മ പറയും. അക്കാര്യം അഞ്ജു രാജീവിനെ അറിയിച്ചു.
തോമസിനോട് നാളെ പറയുവാൻ പോകുകയാ. ഇത് പക്ഷേ തോമസിന്റെ കുഞ്ഞല്ലല്ലോ എന്നൊക്കെ അഞ്ജു രാജീവിനോട് പറയുന്നുണ്ട്. ലീലാമ്മയാണെങ്കിലോ അഞ്ജുവിന്റെ വീട്ടിൽ വിവരമറിയിച്ചതിനാൽ അഞ്ജുവിന്റെ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലെത്തിയിരുന്നു. നീ നന്നായി സൂക്ഷിക്കണം, ആദ്യ മാസമല്ലേ എന്നൊക്കെ വീട്ടുകാരവളെ ഉപദേശിക്കുന്നുണ്ട്. അതേസമയം തന്നെ ശോഭ അവിടേക്ക് വന്നിട്ട് നമ്മുടെ തോമസ് കണ്ണു തുറന്നു എന്ന കാര്യം വീട്ടിലെല്ലാവരോടും പറയും. അവരെല്ലാവരും വള്ളത്തിൽ ഹോസ്പിറ്റലിലേക്കും പോവുകയാണ്. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ലീലാമ്മ പറയും, നീയാണ് അഞ്ജു ആദ്യം കയറേണ്ടത്. അവനോട് ചെന്ന് കാര്യം പറയുവാനായി ലീലാമ്മ പറഞ്ഞു. അങ്ങനെ അഞ്ജു ICUവിലേക്ക് കയറി. അവിടെ കയറി ചെന്നിട്ട് തോമസിന്റെ കൈ പിടിച്ച് കാര്യം പറയുവാനായി വരുമ്പോഴോ തോമസിന് പെട്ടെന്ന് ശ്വാസതടസ്സമുണ്ടായി. ഡോക്ടേഴ്സ് എല്ലാം അവിടെ എത്തി ഓക്സിജനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ തോമസ് അവിടെ വെച്ച് മരണപ്പെടുകയാണ് ചെയ്തത്. തിരികെ എല്ലാവരും വീട്ടിലേക്ക് വന്നു. തോമസിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. എന്നാൽ അഞ്ജുവിനാണെങ്കിലോ അതിലൊന്നും പങ്കെടുക്കാനായിട്ടുള്ള ഒരു മനസ്സേയില്ല. അവൾ അതിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ലീലാമ്മയ്ക്ക് വേണ്ടി മാത്രം അവൾ അതിലെല്ലാം പങ്കെടുക്കും. അഞ്ജുവിന്റെ മനസ്സിൽ എങ്ങനെയും തോമസിന്റെ മരണശേഷം അവിടെ നിന്ന് പോയാൽ മതിയെന്നാണ്. എന്നാൽ ലീലാമ്മ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ സമയം പണ്ട് തോമസിനെ കിടത്തിയിരുന്ന തൊട്ടിലാണെങ്കിലോ മുകളിൽ നിന്നും എടുക്കുകയാണ്. എന്തിനാ ഇതൊക്കെ ഇപ്പോഴേ എന്ന് അഞ്ജു ചോദിക്കുമ്പോൾ, ഇനി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനൊന്നുമുള്ള സമയം കിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴേ എടുത്തു വെക്കുകയാണെന്ന് ലീലാമ്മ പറയും. ലീലാമ്മയ്ക്ക് മകൻ മരിച്ചതിന്റെ സങ്കടവുമുണ്ട്, എന്നാൽ മകന്റെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ സന്തോഷവുമുണ്ട്. അങ്ങനെ ലീലാമ്മ തന്റെ സ്വത്തെല്ലാം അഞ്ജുവിന്റെ പേരിൽ എഴുതുവാനായും തീരുമാനിച്ചു. അക്കാര്യം അഞ്ജുവിനോട് പറയുമ്പോൾ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ? അതൊന്നും വേണ്ട, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. എനിക്ക് ഇവിടെ നിൽക്കുന്നതിന് മനസ്സ് വരുന്നില്ല എന്ന് അഞ്ജു പറയുമ്പോൾ ലീലാമ്മ പറയും, നീ എന്നോടൊപ്പം ജീവിതകാലം മുഴുവൻ കാണുമെന്നാണ് ഞാൻ കരുതിയത്. ഇനി പോട്ടെ, നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കുവെന്ന് ലീലാമ്മ സമ്മതിക്കുകയാണ്. അഞ്ജുവാണെങ്കിൽ നേരെ വന്ന് രാജീവിനെ ഫോൺ വിളിച്ചിട്ട് ലീലാമ്മ തന്റെ സ്വത്തെല്ലാം അഞ്ജുവിന്റെ പേരിലേക്ക് മാറ്റാൻ പോവുകയാണ്. മാത്രവുമല്ല, കുഞ്ഞിനു വേണ്ടി അമ്മ തൊട്ടിലൊക്കെ റെഡിയാക്കുന്ന കാര്യവും അഞ്ജു രാജീവിനോട് പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു ജോലിയാകുന്നതുവരെ നീ എങ്ങനെയും അവിടെ പിടിച്ചു നിൽക്കാനായി രാജീവ് പറയും. അഞ്ജു മാറി നിന്ന് ഫോൺ വിളിക്കുന്നതൊക്കെ ലീലാമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ ലീലാമ്മ റൂമിലിരുന്ന് തുണി മടക്കുകയായിരുന്നു. അഞ്ജുവിന്റെ ഫോണും അവിടെയുണ്ട്. ഫോൺ അതേസമയം റിങ് ചെയ്യും. ലീലാമ്മയാണ് കോൾ എടുത്തതും. അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു ആണിന്റെ ശബ്ദം. നീ എന്താ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ലീലാമ്മയാണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ്. ലീലാമ്മ ആരാണതെന്നോ എന്തിനാണ് അഞ്ജുവിനെ വിളിക്കുന്നെന്നോ അഞ്ജുവിനോട് പോലും അത് ആരാണെന്നോ എന്നൊന്നും തിരക്കിയില്ല. അടുത്ത ദിവസം പത്രത്തിൽ കൊടുക്കുവാനായി തോമസിന്റെ ഫോട്ടോ തിരക്കി അഞ്ജുവിന്റെ അച്ഛൻ വീട്ടിലെത്തി. അങ്ങനെ അഞ്ജു ഒരു ഫോട്ടോ എടുത്തു കൊടുക്കുമ്പോൾ, ഇത് വേണ്ട, ഇതിലവൻ ചിരിച്ചിട്ടില്ല എന്ന് ലീലാമ്മ പറയും. അങ്ങനെ ലീലാമ്മ ഒരു ഫോട്ടോ എടുക്കാനായി സ്റ്റൂൾ ഇട്ട് കയറുമ്പോൾ, എന്തിനാ ഇങ്ങനെയൊക്കെ കയറുന്നത്, ഇതിൽ കയറി ഇനി വീഴാനോ എന്ന് ചോദിച്ച് അഞ്ജു ഒരു ഫോട്ടോ എടുത്തു കൊടുക്കും. ലീലാമ്മ അവളുടെ മുഖത്ത് പോലും നോക്കാതെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ ഫോട്ടോ മാറ്റി വെച്ചിട്ട് ലീലാമ്മ മറ്റൊരു ഫോട്ടോ എടുക്കും. അഞ്ജുവിന്റെ മുഖത്ത് പോലും നോക്കുന്നതുമില്ല. അഞ്ജുവിനോട് സംസാരിക്കുന്നതിന് ലീലാമ്മയ്ക്ക് താല്പര്യവുമില്ല. അത് അഞ്ജുവിന് മനസ്സിലായി. കാരണം ഇത്രയും നാൾ സ്വന്തം മകളെ പോലെ കണ്ട് ലീലാമ്മ അഞ്ജുവിനെ നന്നായി നോക്കി. എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അഞ്ജു തിരക്കുമ്പോഴോ ലീലാമ്മ നേരെ പോയി കതകടയ്ക്കും. എന്നിട്ട് അഞ്ജുവിനോട് ചോദിക്കും, നിനക്ക് ഇടയ്ക്കിടയ്ക്കൊരു കോള് വരുന്നുണ്ടല്ലോ, അതാരെന്ന് ചോദിക്കുമ്പോൾ, അത് എന്റെ കൂട്ടുകാരി മരിയയാണെന്ന് പറയും. ആണിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നതാണോ നിന്റെ കൂട്ടുകാരി മരിയ? എന്തായാലും സത്യം തുറന്നു പറയാനായി ലീലാമ്മ പറയും. അങ്ങനെ അഞ്ജു പറയും, അതെന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന ഫ്രണ്ടാ, അവനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, പിന്നെ നീ എന്തിനാ മരിയ എന്ന് പേര് മാറ്റി സേവ് ചെയ്തിരിക്കുന്നത് എന്ന് ലീലാമ്മ ചോദിക്കും. അതെന്റെ അച്ഛൻ അവനെ ഒട്ടും ഇഷ്ടമേ അല്ല, അതുകൊണ്ടാണ് ഞാൻ മരിയ എന്ന പേര് സേവ് ചെയ്തത്. ഞാൻ ആൺകുട്ടികളുമായി മിണ്ടുന്നതും സഹകരിക്കുന്നതും ഒന്നും അച്ഛന് ഇഷ്ടമല്ല, അതുകൊണ്ട് പേടിച്ചാണ് ഞാൻ അങ്ങനെ പേര് സേവ് ചെയ്തിട്ടിരിക്കുന്നത്. അവൻ എൻ്റെ നല്ല സുഹൃത്താ, തോമസിനും അറിയാം അവനെ എന്ന് അഞ്ജു പറയും. അത് കേട്ട് ലീലാമ്മ പറയും, കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ സ്വന്തം കൂട്ടുകാരൻ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അവനോട് സംസാരിക്കുന്നത് തെറ്റാണെങ്കിൽ ഞാൻ ഇനി സംസാരിക്കില്ല, അതെല്ലാം ഞാൻ അവസാനിപ്പിച്ചോളാമെന്ന് അഞ്ജു ലീലാമ്മയോട് പറയും. അങ്ങനെ ഇരിക്കെ ലീലാമ്മ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി ഒരു റൂമൊക്കെ റെഡിയാക്കുകയാണ്. അവിടെ എത്തിയ അഞ്ജുവിന് വീണ്ടും കോൾ വരും. ആരാ വിളിക്കുന്നത്, നിന്റെ കൂട്ടുകാരനാണോ എന്ന് ലീലാമ്മ ചോദിക്കുമ്പോൾ അവൾ പറയും, അതെ, ഞാൻ അവനോട് പറഞ്ഞോളാം ഇനി എന്നെ വിളിക്കരുതെന്ന്. അപ്പോൾ ലീലാമ്മ പറയും, വേണ്ട, വേറൊരു പ്രശ്നവും വരാതെ നോക്കിയാൽ മതി, നീ അവനോട് സംസാരിച്ചോ, നിന്റെ കൂട്ടുകാരനല്ലേ എന്ന് ലീലാമ്മ പറയും. പക്ഷേ ലീലാമ്മയ്ക്ക് അതിന്റെ സത്യാവസ്ഥയൊന്നും അറിയത്തില്ലല്ലോ. എനിക്ക് നീയും ജനിക്കാൻ പോകുന്ന കുഞ്ഞുമല്ലാതെ എനിക്ക് സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ വേറെ ആരുമില്ല എന്ന് ലീലാമ്മ പറയും. വേറെ കുഴപ്പമൊന്നും ഉണ്ടാകാതെ നോക്കിയാൽ മതി, നിന്റെ കൂട്ടുകാരനല്ലേ, നീ സംസാരിച്ചുവെന്ന് ലീലാമ്മ അവളോട് പറഞ്ഞു. അഞ്ജുവിന് കുറ്റബോധം താങ്ങാനായില്ല. അവൾ ഉടനെ തന്നെ ബോട്ടിൽ കയറി രാജീവിനെ കാണാനായി പോയി. രാജീവിനടുത്തെത്തിയിട്ട്, എനിക്കിനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കാനാകില്ല, എനിക്ക് കുറ്റബോധം താങ്ങാനാകുന്നില്ല എന്ന് പറയുമ്പോൾ രാജീവ് പറയും,
ഇപ്പോഴത്തെ എൻ്റെ വരുമാനത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനായി പറ്റില്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് രാജീവ് പറയും. അത് കേൾക്കുന്ന അഞ്ജു പറയും, പറ്റത്തില്ല, എനിക്ക് അവിടെ നിൽക്കാനായി ഒട്ടും പറ്റുന്നില്ല എന്ന് രാജീവിനോട് പറയുമ്പോൾ, നീ മറ്റൊരാളെ പെട്ടെന്ന് വിവാഹം കഴിച്ച് പോയ സമയത്ത് പോലും ഞാൻ നിന്നെ വെറുത്തിട്ടില്ല. നീ നല്ലോണം ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. നിന്നെ അന്ന് ഞാൻ ഒരുപാട് സ്നേഹിച്ചു. നീ നന്നായി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചതും. എൻ്റെ മനസ്സിലെ സ്നേഹം ജീവിതകാലം മൊത്തവും നിനക്ക് കാണും. ഇനി നിനക്ക് എന്നോടൊപ്പം വരണമെങ്കിൽ വരാനായും രാജീവ് പറയുമ്പോൾ, വേണ്ട, ജോലി കിട്ടുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് അഞ്ജു പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയ അഞ്ജുവിനടുത്തേക്ക് ലീലാമ്മ വന്നിട്ട് എനിക്ക് കുഞ്ഞിനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവളുടെ വയറ്റിൽ കെട്ടിപ്പിടിച്ച് സംസാരിക്കുവാനായി തുടങ്ങി. അത് കാണുന്ന അഞ്ജുവിന് കുറ്റബോധം താങ്ങാനായില്ല. അവൾ തിരിഞ്ഞു നിന്ന് കരയുമ്പോൾ, എന്താ അഞ്ജു, മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വയ്യായികയുണ്ടോ എന്നൊക്കെ ലീലാമ്മ ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്ക് സങ്കടം സഹിക്കാനാകുന്നില്ല. ഞാൻ ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ ഉടനെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയും. അത് കേൾക്കുന്ന ലീലാമ്മ, നീ എവിടെ വേണോ പൊയ്ക്കോ, പക്ഷേ കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് പോകണമെന്ന് പറയുമ്പോൾ അഞ്ജു പറയും, ഇല്ല, ഇതെൻ്റെ കുഞ്ഞാ, ഞാൻ ആർക്കും തരില്ല എന്ന് പറയും. അത് കേൾക്കുന്ന ലീലാമ്മ ചോദിക്കും, ഞാനൊരു കാര്യം പറയട്ടെ, ഇടയ്ക്കിടയ്ക്ക് നീ ടൗണിൽ പോകുന്നത് നിന്റെ ആ പയ്യനെ, കൂട്ടുകാരൻ പയ്യനെ കാണാനാണോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ അതേ എന്ന് പറയും. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ സത്യം പറയണം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മകളെ പോലെ കണ്ടാണ് ചോദിക്കുന്നത്. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാനായി പറയുമ്പോൾ അഞ്ജു പറയും, അവർ തമ്മിൽ ബന്ധമുണ്ടെന്നും അഞ്ജുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തോമസിൻ്റെതല്ലെന്നും അവൾ തുറന്നു പറയും. അത് കേൾക്കുന്ന ലീലാമ്മ പൊട്ടിക്കരയുകയാണ്. അതേസമയം അവിടേക്ക് ഒരു സിസ്റ്റർ കയറി വരും. ലീലാമ്മ അവരോട് ചോദിക്കും, അവൻ ജീവിച്ചിരുന്നപ്പോൾ നിനക്കവനെ കാണാൻ വയ്യ, അവൻ മരിച്ചപ്പോൾ ഇപ്പോൾ നീ എന്തിനു വന്നു എന്ന് ആ സിസ്റ്ററിനോട് ചോദിക്കുകയാണ്. ലീലാമ്മ അഞ്ജുവിനടുത്തെത്തിയിട്ട്, നിന്റെ ഈ കാര്യം നിന്റെ അമ്മയ്ക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നായിരുന്നു അഞ്ജുവിൻ്റെ മറുപടി. എന്നിട്ട് ലീലാമ്മ പറയും, എനിക്ക് വേണ്ടിയെങ്കിലും നീ ഒന്ന് പുറത്തു വന്ന് എല്ലാവരോടും ഒന്ന് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലീലാമ്മ പോകുന്നത് അഞ്ജുവിൻ്റെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അഞ്ജുവിൻ്റെ അമ്മ ലീലാമ്മയുടെ അടുത്തെത്തിയിട്ട്, എൻ്റെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ അവൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഏയ് ഒന്നുമില്ല, അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അവൾ അങ്ങ് വരുമെന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അഞ്ജുവിൻ്റെ അമ്മ കാര്യം തിരക്കും. ലീലാമ്മ എല്ലാ സത്യവും അഞ്ജുവിൻ്റെ അമ്മയോട് തുറന്നു പറയുകയാണ്. അതിനുശേഷം അഞ്ജുവിൻ്റെ അച്ഛനെത്തി അവളെ ഒരുപാട് തല്ലും. നിനക്ക് അവനോടൊപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ച് തല്ലുമ്പോൾ അഞ്ജു പറയും, ഞാൻ അവനെ പ്രണയിച്ചിരുന്നപ്പോൾ എന്നെ കൊണ്ട് നിർബന്ധിച്ചല്ലേ തോമസിനെ കല്യാണം കഴിപ്പിച്ചത്, ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയം തന്നെ അഞ്ജുവിന് രാജീവിൻ്റെ നിന്നും കോള് വരും. അത് അച്ഛനായിരുന്നു എടുത്തത്. അച്ഛൻ എടുത്തിട്ട് ചോദിക്കും, വിവാഹം കഴിഞ്ഞ് പെണ്ണുമായി സംസാരിക്കാൻ നിനക്ക് നാണമില്ലേ, ഇനി മേലാൽ ഇവളെ വിളിച്ചു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുമ്പോൾ അഞ്ജു അച്ഛനെ ഒരുപാട് വഴക്ക് പറയുകയാണ്. അച്ഛൻ പറയും, നീ ഒരിക്കലും അവനോടൊപ്പം ജീവിക്കില്ല. ഇതെല്ലാം കേട്ട് തോമസിന്റെ സഹോദരി ശോഭ അവിടെ എത്തും. മറ്റൊരുത്തനെ സ്നേഹിച്ച പെണ്ണിനെയാണോ എൻ്റെ അനുജനെ കെട്ടിവെച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട്, ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നിടത്ത് പ്രശ്നമുണ്ടാക്കരുതെന്ന് അഞ്ജുവിൻ്റെ അച്ഛനോട് പറഞ്ഞു. നീ എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തിയല്ലേ, നീയും അവനും ഒരുമിച്ച് ജീവിക്കുന്നത് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് അഞ്ജുവിൻ്റെ അച്ഛൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവുകയാണ്. അഞ്ജു കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തെത്തിയിട്ട്, അമ്മ, ദയവ് ചെയ്ത് അച്ഛനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് എന്ന് പറയുമ്പോൾ, എനിക്ക് നീ അവനെ കല്യാണം കഴിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയും കയറി പോവുകയാണ്. അഞ്ജുവിന് വേറെ വഴിയില്ലാതായി. അങ്ങനെയിരിക്കെ വീട്ടിലൊക്കെ കയറിയ വെള്ളം കുറച്ചായി കുറഞ്ഞു വന്നു. വെള്ളം കുറഞ്ഞതോടുകൂടി ഹോസ്പിറ്റലിലായിരുന്ന തോമസിന്റെ ഡെഡ് ബോഡി വീട്ടിലേക്കും കൊണ്ടുവരികയാണ്. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അഞ്ജു ആണെങ്കിലും റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നതേയില്ല. അഞ്ജുവിന്റെ ഫോണിൽ വിളിച്ച രാജീവ് സ്വിച്ച് ഓഫ് പറയുന്നതിനാൽ അവളെ തിരക്കി വീട്ടിലേക്ക് വന്നു. രാജീവിനെ കണ്ട അഞ്ജു അവൻ അടുത്തേക്ക് എത്തുമ്പോൾ, ഇനി ഇവിടെ നിൽക്കണ്ട, നീ എന്നോടൊപ്പം വാ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുവാനായി ഒരുങ്ങുമ്പോൾ, വേണ്ട, എന്തായാലും മരണാനന്തര ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയട്ടെ, എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ ഉറപ്പായും വെട്ടിക്കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നായിരുന്നു രാജീവിന്റെ മറുപടി. എന്നാൽ അഞ്ജു ആണെങ്കിൽ പറയും, എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യ്, ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് അഞ്ജു പറയുന്നതിനാൽ രാജീവ് തിരികെ പോവുകയാണ്. അഞ്ജുവിന്റെ അച്ഛൻ ലീലാമ്മയുടെ അടുത്ത് വന്നിട്ട്, ലീലാമ്മയുടെ കുടുംബ കല്ലറയിലാണ് തോമസിനെ അടക്കാനായി കരുതിയിരുന്നത്. അവിടെയാണെങ്കിൽ വെള്ളം വറ്റിയതുമില്ല. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ടൗണിൽ കൊണ്ടുപോയി അടക്കം ചെയ്യാമെന്ന് പറയുമ്പോൾ, വേണ്ട, അവന്റെ അച്ഛനടുത്ത് തന്നെ അവനെയും അടക്കം ചെയ്യണം, എന്നെയും അവിടെ തന്നെ അടക്കം ചെയ്യണം, അതിനെത്ര കാത്തിരിക്കേണ്ടി വന്നാലും സാരമില്ലെന്ന് ലീലാമ്മ തറപ്പിച്ചു പറയുന്നു. അങ്ങനെ തോമസിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടക്കുകയായിരുന്നു. ലീലാമ്മ അഞ്ജുവിനടുത്തെത്തിയിട്ട് അഞ്ജുവിനെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ശ്രമിക്കുമ്പോൾ, അമ്മ, എനിക്ക് വയ്യ, എനിക്ക് ശരീരത്തിന് സുഖമില്ല എന്ന് അഞ്ജു മറുപടി പറയും. എൻ്റെ തോമസിന് വേണ്ടി നീ ഇതെങ്കിലും ഒന്ന് ചെയ് എന്ന് പറയുമ്പോൾ, അമ്മ, വേണ്ടമ്മ എന്നായിരുന്നു അഞ്ജുവിൻ്റെ മറുപടിയും. അത് കേട്ട ലീലാമ്മ, നീ എന്നെ അമ്മ എന്നൊന്നും വിളിക്കണ്ട, നീ ഈ ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോഴും അഞ്ജുവിന് അതിന് താല്പര്യമില്ല.
അവിടെ എത്തിയ സിസ്റ്റർ ആണെങ്കിലോ അഞ്ജുവിന് ഭയങ്കര വേണ്ട, അവളെ വെറുതെ വിടാനായി പറയുമ്പോൾ, നീ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട, നീ പള്ളിയിലെ സിസ്റ്ററായ ആളല്ലേ, അപ്പോൾ നിനക്ക് കുടുംബമില്ലാത്തതിനാൽ എന്റെ കുടുംബം കണ്ട് നിനക്ക് അസൂയ കാണും എന്ന് പറയുമ്പോൾ, അതല്ല, എനിക്കും തോമസിന്റെ എല്ലാ കാര്യവും അറിയാവുന്ന ഞാനും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെല്ലാം കേട്ട് ലീലാമ്മ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. അതെല്ലാം ശ്രദ്ധിച്ച അഞ്ജുവാണെങ്കിലോ തോമസിനെ പറ്റി എന്തറിയാമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് സിസ്റ്റർ മറുപടി കൊടുക്കില്ല. അപ്പോൾ അഞ്ജു ഒരു കാര്യം ആലോചിക്കും. അഞ്ജുവിനെ ആദ്യം സിനിമയുടെ തുടക്കത്തിൽ ലീലാമ്മയാണെങ്കിലോ മരുന്ന് വാങ്ങാനായി പറഞ്ഞു വിട്ടല്ലോ, അത് ലീലാമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കാനായി വന്നതായിരുന്നു. എന്നാൽ അഞ്ജു പോയ അതേ സമയം തന്നെയായിരുന്നു തോമസ് എന്ന് വിളിച്ച് ഡോക്ടർ തോമസിനെ അകത്ത് കയറ്റിയത്. അപ്പോൾ അഞ്ജു ചിന്തിക്കും, ഉറപ്പായും രോഗിയല്ലേ കയറ്റേണ്ടത്, പിന്നെന്തിന് തോമസിനെ ഡോക്ടർ വിളിച്ചു എന്ന് ചിന്തിച്ച് അഞ്ജു ആണെങ്കിലോ ലീലാമ്മയുടെ ഫയൽ എടുത്തു നോക്കി. എന്നാൽ ലീലാമ്മ മറ്റൊരു ഫയൽ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അത് തോമസിൻ്റെതായിരുന്നു. ആ ഫയൽ എടുത്തു നോക്കിയപ്പോൾ ഒരുപാട് നാളുകളായി തോമസിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്ന കാര്യം അഞ്ജുവിന് മനസ്സിലായി. എല്ലാ കാര്യവും മറച്ചുവെച്ചാണ് തോമസിനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിച്ചതെന്ന് അഞ്ജുവിന് മനസ്സിലായി. അഞ്ജു നേരെ റിപ്പോർട്ടുകളുമായി ലീലാമ്മയ്ക്കടുത്തെത്തിയിട്ട്, എന്നെ നിങ്ങൾ ചതിക്കുകയായിരുന്നല്ലേ, എല്ലാം മറച്ചുവെച്ചാണല്ലേ വിവാഹം നടത്തിയത് എന്ന് പറയുമ്പോൾ അവന്റെ തലയിൽ ചെറിയൊരു കട്ടിയുണ്ടായിരുന്നു, അതെല്ലാം പിന്നീടങ്ങ് മാറി, അതിനുശേഷം ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, അല്ല, നിങ്ങൾ പലതവണ ഹോസ്പിറ്റലിൽ പോകുമ്പോഴെല്ലാം എന്നെ മരുന്ന് വാങ്ങാൻ പറഞ്ഞു വിടുമ്പോൾ ഡോക്ടർ തോമസിനെയാണ് അകത്ത് കയറ്റിക്കൊണ്ടിരുന്നത് എന്നെല്ലാം അഞ്ജു പറയും. കാരണം അവളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട ലീലാമ്മ അഞ്ജുവിനോട് ചോദിക്കും, അപ്പോൾ നീ എന്നോടും എന്റെ മകനോടും ചെയ്ത തെറ്റോ, അത് വലിയ തെറ്റല്ലേ, അതുകൊണ്ട് ഇത് സാരമില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന അഞ്ജു പറയും, ഞാൻ ചെയ്തത് ഒരു തെറ്റും എനിക്കിപ്പോൾ തോന്നുന്നില്ല, ഇങ്ങനെ തന്നെ വേണം, കാരണം മരിച്ചു പോകുമെന്നറിഞ്ഞിട്ടും തോമസിനെ എന്റെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ച് എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ എന്നൊക്കെ അഞ്ജു ചോദിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങി അവൾ പുറത്തേക്ക് വരുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് നിന്ന സിസ്റ്റർ പറയും, നീ ഒരിക്കലും ലീലാമ്മയെ മാത്രം കുറ്റം പറയരുത്, നിന്റെ വീട്ടുകാർ എന്തുകൊണ്ട് തോമസിനെ പറ്റി അന്വേഷിച്ചില്ല, പിന്നെ നിന്റെ അച്ഛന്റെ കൂട്ടുകാരനോട് ഞാൻ തോമസിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ഉറപ്പായും നിന്റെ അച്ഛൻ ആ കൂട്ടുകാരൻ വഴി അറിഞ്ഞു കാണും, അതുകൊണ്ട് നിന്റെ അച്ഛനോട് തന്നെ പോയി ചോദിക്കാനായി സിസ്റ്റർ പറഞ്ഞു. അങ്ങനെ അഞ്ജു നേരെ അച്ഛനടുത്തെത്തിയിട്ട്, തോമസിന് ബ്രെയിൻ ട്യൂമറാണ്, ആ കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചിട്ട് എന്നെ കൊണ്ട് തോമസിനെ വിവാഹം കഴിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട അച്ഛൻ പറയും, മോളെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ നിന്നോട് പറയുമായിരുന്നു, ഒരിക്കലും നിന്നെ കൊണ്ട് അങ്ങനെ ഒരു വിവാഹം കഴിപ്പിക്കില്ലായിരുന്നു, എന്നെ നിനക്ക് വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല, നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല, ഇനി ഞാൻ ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കത്തുമില്ല എന്നായിരുന്നു അഞ്ജുവിന്റെ മറുപടി. അതെല്ലാം അഞ്ജുവിന്റെ അമ്മ കേട്ടോണ്ട് വന്നിട്ട്, മതി, നിർത്ത്, ഇനി ഒരിക്കലും അച്ഛനെ കുറിച്ച് ഒരു വാക്കുപോലും മോശമായി പറയരുത്, എനിക്ക് ഈ സത്യമെല്ലാം അറിയായിരുന്നു, അന്ന് അച്ഛന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, എന്നോട് അയാൾ സത്യമെല്ലാം പറഞ്ഞു, പക്ഷേ നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചത്, ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് അഞ്ജുവിന്റെ അമ്മ പറയും. അഞ്ജുവിന്റെ അച്ഛനെ കാണാനെത്തിയ ലീലാമ്മ, അഞ്ജുവിന് സമ്മതമില്ലാതെയാണോ നിങ്ങൾ ഈ വിവാഹം നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മകന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും ഈ ഒരു വിവാഹം നടത്തില്ലായിരുന്നുവെന്ന് അഞ്ജുവിന്റെ അച്ഛൻ പറയും. അത് കേട്ട ലീലാമ്മ പറയും, നിങ്ങളുടെ ഭാര്യയ്ക്ക് അതറിയാമായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് നടത്തിയെന്ന് ചോദിക്കുമ്പോൾ അതിന് അഞ്ജുവിന്റെ അച്ഛന് മറുപടിയില്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചാർത്തിയിട്ട് ഒരു കാര്യവുമില്ല. അഞ്ജു വല്ലാതെ വിഷമിക്കുകയാണ്. തോമസിനെ ടൗണിൽ അടക്കം ചെയ്യുന്നതിന് എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. 5 ചടങ്ങുകളെല്ലാം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞതിനാലാണ് ഞാൻ ടൗണിൽ അടക്കം ചെയ്യേണ്ട എന്ന് വാശിയിൽ നിന്നത്. എന്നാൽ ഇനിയിപ്പോൾ അത് വേണ്ട, തോമസിനെ ടൗണിൽ അടക്കം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്തിനാ അഞ്ജുവിന്റെ ആഗ്രഹങ്ങൾക്ക് എതിരെ നിൽക്കുന്നത്? അവൾക്ക് ആ പയ്യനെ ഇഷ്ടമാണെങ്കിൽ അവളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായി പറയുമ്പോൾ അഞ്ജുവിന്റെ അച്ഛൻ അതിനൊട്ടും സമ്മതിക്കത്തില്ല. സ്വന്തം മകനെ നഷ്ടമായി നിൽക്കുന്ന ഒരു അമ്മയാണ് ഞാൻ, അതിന്റെ വേദന എനിക്കേ അറിയാവൂ. കുട്ടികളുടെ ഇഷ്ടമല്ലേ നമുക്ക് വലുത്. അഞ്ജുവിന്റെ സന്തോഷത്തിനു വേണ്ടി ഇതെങ്കിലും ചെയ്യുവാനായി അഞ്ജുവിന്റെ അച്ഛനോട് പറയും. അങ്ങനെ അച്ഛൻ ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം അഞ്ജുവിനടുത്തെത്തിയിട്ട്, അവളുടെ ഫോൺ അച്ഛൻ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നല്ലോ, ആ ഫോൺ അവൾക്ക് തിരിച്ചു നൽകിയിട്ട് നിനക്ക് ഇഷ്ടമുള്ള ആളിനെ വിവാഹം കഴിച്ച് ജീവിക്കുവാനായും പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അക്കാര്യം അഞ്ജു രാജീവിനെ വിളിച്ചു പറയും. അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചുവെന്ന് അഞ്ജു പറയുമ്പോൾ രാജീവ് പറയും, എങ്കിൽ ഞാൻ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ട് വരാം, ലീലാമ്മ നിനക്ക് സ്വത്ത് എഴുതി വെക്കാമെന്നല്ലേ പറഞ്ഞത്, അത് ലീലാമ്മയോട് ചോദിക്ക് എന്ന് രാജീവ് പറയുമ്പോൾ എനിക്കതിന് പറ്റില്ല, ഞാൻ എങ്ങനെയാ സ്വത്തൊക്കെ ചോദിക്കുന്നത് എന്ന് അഞ്ജു ചോദിക്കുമ്പോൾ, നമുക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ കുറച്ച് കാശെങ്കിലും വേണ്ടേ, അതുകൊണ്ട് നീ ആ സ്വത്തിന്റെ കാര്യം ലീലാമ്മയോട് സംസാരിക്കുവാനായി രാജീവ് പറഞ്ഞു.
അങ്ങനെ അഞ്ജുവാണെങ്കിലോ ലീലാമ്മയോട് സ്വത്തിനെ പറ്റി സംസാരിക്കുവാനായി എത്തുന്ന സമയമായിരുന്നു. ലീലാമ്മയോട് അഞ്ജു സംസാരിക്കുവാനായി തുടങ്ങിയ സമയം തന്നെ തോമസിന്റെ സഹോദരിയായ ശോഭ അവിടേക്ക് വന്നിട്ട്, എന്തിനാ അമ്മ ഇവളോടൊക്കെ സംസാരിക്കുന്നത്? ഇവൾ മറ്റൊരുത്തനെ പ്രണയിച്ചിട്ട് ഞങ്ങളുടെ സഹോദരനെ ചതിച്ചവളല്ലേ എന്നൊക്കെ പറയുമ്പോൾ ലീലാമ്മ പറയും, നീ അതിനെപ്പറ്റി ഒന്നും പറയണ്ട, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. തോമസിന് സുഖമില്ലാതായി കിടന്ന സമയത്ത് നിന്നെയൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് ലീലാമ്മ മകളോട് പറയും. മകളാണെങ്കിലോ അതിന് മറുപടി കൊടുക്കില്ല. എന്താ അഞ്ജു കാര്യം, സംസാരിക്കാൻ നിനക്ക് എന്താ ഉള്ളത് എന്ന് ലീലാമ്മ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജു അവിടെ നിന്ന് പോകുന്നു. അഞ്ജുവിന്റെ മനസ്സിൽ നല്ല കുറ്റബോധമുണ്ട്. അങ്ങനെ തോമസിന്റെ ഡെഡ് ബോഡി ടൗണിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുവാനായി പോവുകയാണ്. അഞ്ജു ആണെങ്കിലോ അത് കഴിഞ്ഞ് രാജീവിനൊപ്പം പോകുവാനായി ഡ്രസ് എല്ലാം പാക്ക് ചെയ്യുമ്പോൾ ലീലാമ്മ അവിടെ എത്തിയിട്ട്, എല്ലാ പാക്കിങ്ങും കഴിഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ എന്റെ സ്വത്തെല്ലാം നിന്റെ പേരിലാക്കിയിട്ടുണ്ട് എന്ന് ലീലാമ്മ പറയുമ്പോൾ, എനിക്ക് വേണ്ടമ്മ, എനിക്ക് എന്തായാലും അതെന്റെ കൂടെ ഉണ്ടായാൽ എനിക്കത് കുറ്റബോധമാണ്, അതുകൊണ്ട് വേണ്ട എന്ന് പറയുമ്പോൾ ലീലാമ്മയാണെങ്കിലോ തോമസിന് കുഞ്ഞ് ജനിച്ചാലായി ആ കുഞ്ഞിന് കൊടുക്കാനായി വെച്ചിരുന്ന ഒരു ചെയിൻ അഞ്ജുവിനെ ഏൽപ്പിച്ചിട്ട്, കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു മുത്തശ്ശി തന്നതാണെന്ന് പറഞ്ഞ് കുഞ്ഞിന് കൊടുക്കണം, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നൊന്ന് കണ്ടോട്ടെ എന്ന് അഞ്ജുവിനോട് ലീലാമ്മ ചോദിക്കുമ്പോൾ, അമ്മ എന്തിനാ അങ്ങോട്ട് വരുന്നത്, ഞങ്ങൾ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ വന്ന് കാണുമെന്ന് അഞ്ജു അമ്മയോട് പറഞ്ഞു. ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് രാജീവും എത്തി. രാജീവ് അഞ്ജുവിനടുത്ത് എത്തിയിട്ട്, എല്ലാ സാധനങ്ങളുമൊക്കെ പാക്ക് ചെയ്തോ, നമുക്ക് ഉടനെ തന്നെ പോകണം, നീ സ്വത്തിന്റെ കാര്യം എന്തായി, അതൊക്കെ എഴുതി വാങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല, എന്നോട് ലീലാമ്മ അതിനെപ്പറ്റി പറഞ്ഞു, പക്ഷെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേട്ടതും രാജീവിന് ദേഷ്യം വന്നു. നീ എന്തിനാ വേണ്ടാന്ന് പറഞ്ഞത്? നീ മറ്റൊരുതനെ വിവാഹം കഴിച്ച് അവന്റെ കൂടെ ജീവിച്ചെന്നറിഞ്ഞിട്ടും നിന്നെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് നീ ആ സ്വത്തെങ്കിലും വാങ്ങിത്തരേണ്ടതല്ലേ? നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ രാജീവിന്റെ സ്വഭാവത്തിലെ മാറ്റം അഞ്ജുവിന് സഹിച്ചില്ല. ഇവന്റെ സ്വഭാവം എന്താ ഇങ്ങനെ, ഇവനോടൊപ്പം ഇനി ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ അഞ്ജു ഒരു നിമിഷം ചിന്തിക്കും. അങ്ങനെ ചടങ്ങുകളെല്ലാം നല്ല രീതിക്ക് കഴിഞ്ഞു. ലീലാമ്മ വീട്ടിലേക്ക് പോകുവാനുള്ള ബോട്ടിൽ ചെന്ന് കയറി. അഞ്ജുവിനടുത്തെത്തിയ രാജീവ്, നീ പോയി ബാഗ് എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ ബാഗ് എടുത്തുകൊണ്ട് വന്ന അഞ്ജു നേരെ രാജീവിനടുത്ത് വരാതെ അവൾ നേരെ ലീലാമ്മയുടെ ബോട്ടിലേക്കാണ് കയറിയത്. ലീലാമ്മയ്ക്കൊപ്പം പോകുവാനായി അവൾ തയ്യാറായി. രാജീവിന്റെ മനസ്സ് അഞ്ജുവിന് നന്നായി മനസ്സിലായി. ഇനിയുള്ള ജീവിതം ലീലാമ്മയ്ക്കൊപ്പം ജീവിക്കണമെന്ന് അഞ്ജു തീരുമാനിച്ചു. കാരണം ലീലാമ്മയ്ക്കും ഇനി ആരുമില്ലല്ലോ. അങ്ങനെ ലീലാമ്മയുടെയും അഞ്ജുവിന്റെയും ജീവിതം അവിടെ ആരംഭിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.